അസ്സലാമു അലൈക്കും. അങ്ങനെ നോമ്പ് ഓൾമോസ്റ്റ് അവസാനത്തെ പത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറയൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. ഞാൻ ഇന്നൊരു നോമ്പ് തുറക്ക് പോയി. ഞാൻ അവിടെ ചെന്നു, നമ്മളെല്ലാവരും നല്ല സ്വീകരണം. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ ഞാൻ നോക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അവരും ചിലപ്പോ നോക്കുക വറുത്ത പലഹാരങ്ങളുണ്ടോ, ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഗ്ലാസ് അവിടെ കണ്ടില്ല. എന്ത് ജ്യൂസ് ഗ്ലാസ് കണ്ടു, തരിക്കഞ്ഞി കണ്ടു, എല്ലാം കണ്ടു. ചായ ഗ്ലാസ് കണ്ടില്ല. എനർജി ബൂസ്റ്ററാണല്ലോ ചായ. ഏറ്റവും കൂടുതൽ നോമ്പ് തുടങ്ങിയ ശേഷം മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര എൻ്റെ ഒരു ആക്റ്റീവ്നെസ് ഒക്കെ പോയി. കാരണം ഞാൻ ചായ ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് ആടിപ്പാടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നിന്നപ്പോൾ ചായ ഇല്ല. അപ്പം ഞാൻ ഇനി വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഇരുന്ന സെറ്റിൽ അവിടെ കാണാണ്ടിരുന്നായിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ സെർവ് ചെയ്യണ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒന്നും ചായ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നോമ്പൊക്കെ തുറന്നു ആളുകളോടൊക്കെ സംസാരിച്ച് കൈയൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് വിട്ട് പുറത്ത് പോയിട്ടൊരു ചായ കുടിച്ചപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പോൾ ദൈവം ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു ചായയും കൂടി ആ സൈഡിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം തലവേദനയൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റ് ചായ. അപ്പോൾ ചായ മാറ്റി നിർത്തരുത്. ഇപ്പോഴും നമ്മൾ നോമ്പ് തുറലിന് ചായയും കൂടി ഉൾപ്പെടുത്തുക. ചില സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നാലും ചായക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക.